ഹലോ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് വെർനിയർ കാലിപ്പർ എന്ന ഭാഗത്ത് നിന്നുള്ള 10 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇക്വേഷനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും ഉണർന്നിരിക്കാൻ നല്ല കിടിലൻ ചോദ്യങ്ങളാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്താണ്? ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്താണ്? ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഉപകരണം ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ്. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നാൽ ഉപകരണം ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ്. അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അളവുകോൽ അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. സാധാരണ വെർനിയർ കാലിപ്പറുകളുടെ ലീസ്റ്റ് കൗണ്ട് 0.1 mm അല്ലെങ്കിൽ 0.02 mm ആയിരിക്കും. ലീസ്റ്റ് കൗണ്ട് വാല്യൂ 0.1 mm അല്ലെങ്കിൽ 0.02 mm ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള സമവാക്യം ഏതാണ്? വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള സമവാക്യം ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉചിതമായത് എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി, LC = 1 MSD - 1 VSD. LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട്, MSD എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷനും VSD എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ ഡിവിഷനും. ഒരു പ്രധാന സ്കെയിൽ ഡിവിഷൻ്റെയും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെയും മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ലീസ്റ്റ് കൗണ്ട്. ഇക്വേഷൻ ഒന്നും കൂടി ഓർത്ത് വെക്കുക, LC = 1 MSD - 1 VSD. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു വെർനിയർ കാലിപ്പറിന്റെ പുറംഭാഗത്തെ താടിയെല്ലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പുറംഭാഗത്തെ താടിയൽ ഔട്ട്സൈഡ് ജോസ്, അതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ വെർനിയർ കാലിപ്പറിന്റെ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷനുകൾ വായിച്ചു നോക്കുക. ആൻസർ ഓപ്ഷൻ സി, ഒരു ഗോളത്തിൻ്റെയോ സിലിണ്ടറിൻ്റെയോ പുറം വ്യാസം അളക്കാൻ വെർനിയർ കാലിപ്പറിന്റെ പുറംഭാഗത്തെ താടിയലുകൾ, അതായത് ഔട്ട്സൈഡ് ജോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ഗോളത്തിൻ്റെയോ സിലിണ്ടറിൻ്റെയോ പുറം വ്യാസം അളക്കാനാണ്. അതിൻ്റെ ഒരു ഭാഗമാണത്. അത് വെർനിയർ കാലിപ്പറിന്റെ താഴെയുള്ള വലിയ താടിയലുകൾ, ലോവർ ജോസ് ഓർ ഔട്ട്സൈഡ് ജോസ്, ഒരു വസ്തുവിൻ്റെ നീളം, കനം അല്ലെങ്കിൽ പുറം വ്യാസം എന്നിവ അളക്കാനാണത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു പൊള്ളയായ പൈപ്പിന്റെ ഉൾവ്യാസം അളക്കാൻ വെർനിയർ കാലിപ്പറിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ഒരു പൊള്ളയായ പൈപ്പിന്റെ ഉൾവ്യാസം, അതായത് ഇന്റേണൽ ഡയാമീറ്റർ അളക്കാൻ വെർനിയർ കാലിപ്പറിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുകളിലത്തെ താടിയലുകൾ, അതായത് അപ്പർ ജോസ് എന്ന് പറയും. വെർനിയർ കാലിപ്പറിന്റെ മുകൾ ഭാഗത്തുള്ള ചെറിയ താടിയലുകൾ, കുഴലുകൾ, കപ്പുകൾ തുടങ്ങിയവയുടെ ഉൾവ്യാസം അളക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. പിന്നെ മറ്റൊരു പേരാണ് ഇൻസൈഡ് ജോസ് അല്ലെങ്കിൽ അപ്പർ ജോസ് എന്നും പറയും. അതാണ് പൊള്ളയായ പൈപ്പിന്റെ ഉൾവ്യാസം അളക്കാൻ വെർനിയർ കാലിപ്പറിന്റെ മുകളിലത്തെ താടിയലുകൾ, അതാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്, വെർനിയർ കാലിപ്പറിൽ ഡെപ്ത് പ്രോബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡെപ്ത് പ്രോബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെർനിയർ കാലിപ്പറിൽ? ആൻസർ ഓപ്ഷൻ സി ആണ്, സിലിണ്ടറുകളുടെയോ കുഴികളുടെയോ ആഴം അളക്കാൻ വെർനിയർ കാലിപ്പറിൽ ഡെപ്ത് പ്രോബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ വെർനിയർ കാലിപ്പറിന്റെ പിൻഭാഗത്ത് നീളത്തിൽ പുറത്തേക്ക് വരുന്ന മെലിഞ്ഞ കമ്പി പോലെയുള്ള ഭാഗമാണ് ഡെപ്ത് പ്രോബ്. ഇത് പാത്രങ്ങളുടെയോ ധാരങ്ങളുടെയോ ആഴം കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്നു. അതായത് സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ലൈക്ക് അടിക്കാനുള്ളവർ ലൈക്ക് അടിക്കുക. ലൈക്കാണ് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി. കൂടുതൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളെ ലൈക്ക് അത്യാവശ്യമാണ്. ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം. ആറാമത്തെ ചോദ്യമാണ്, മെയിൻ സ്കെയിലിലെ 0 വെർനിയർ സ്കെയിലിലെ 0 ഒരേ രേഖയിൽ ഒത്തുപോകുമ്പോൾ ആ ഉപകരണത്തിന് എന്ത് പിശകുണ്ട് എന്ന് പറയാം? എന്താ എറർ എന്ന് പറയാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നോ സീറോ എറർ, പിശകില്ല എന്ന് പറയാം. അതായത് താടിയലുകൾ പരസ്പരം തൊട്ടിരിക്കുമ്പോൾ 2 സ്കെയിലുകളിലെയും 0 കൃത്യമായി ഒരേ രേഖയിലാണെങ്കിൽ ആ ഉപകരണത്തിന് 0 പിശക്, അതായത് സീറോ എറർ എന്ന് അർത്ഥമാക്കുന്നു. പിശകില്ല, നോ സീറോ എറർ, അതായത് ആ ഉപകരണം കൃത്യതയുള്ളതാണ് എന്ന് പറയും. നോ സീറോ എറർ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക, മെയിൻ സ്കെയിലിലെ 0 വെർനിയർ സ്കെയിലിലെ 0 ഒരേ രേഖയിൽ ഒത്തുപോകുമ്പോൾ. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്, 2 താടിയലുകളും ചേർന്നിരിക്കുമ്പോൾ വെർനിയർ 0 മെയിൻ സ്കെയിൽ 0ന് വലതുവശത്താണെങ്കിൽ ഉണ്ടാകുന്ന പിശക് ഏതാണ്? 2 താടിയലുകളും ചേർന്നിരിക്കുമ്പോൾ വെർനിയർ 0 മെയിൻ സ്കെയിലിന്റെ 0ന് വലതുവശത്താണെങ്കിൽ ഉണ്ടാകുന്ന എറർ.
ആൻസർ ഓപ്ഷൻ എ ആണ്. പോസിറ്റീവ് 0 പിശക്, പോസിറ്റീവ് 0 എറർ. അതായത് വെർനിയർ സ്കെയിലിൻ്റെ 0 പ്രധാന സ്കെയിലിൻ്റെ 0-ന് വലതുവശത്തേക്ക് മാറി നിന്നാൽ അതിനെ പോസിറ്റീവ് 0 പിശക് എന്ന് വിളിക്കുന്നു. കൃത്യമായ അളവ് കിട്ടാൻ ഈ പിശക് ആകെ അളവിൽ നിന്നും കുറയ്ക്കണം. അടുത്തതൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഒരു വെർനിയർ കാലിബറിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ് 2.5 സെൻറ്റിമീറ്ററും വെർനിയർ കോയിൻസിഡൻസ് 4ഉം ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്ററുമായാൽ ആകെ അളവ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മെയിൻ സ്കെയിൽ റീഡിങ് 2.5 സെൻറ്റിമീറ്റർ, പിന്നെ VSD തന്നിരിക്കുന്നത് 4, ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ. ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ആൻസർ കാണുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 2.54 സെൻറ്റിമീറ്റർ. എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ ആകെ അളവ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിങ് MSR പ്ലസ് വെർനിയർ കോയിൻസിഡൻസ്, അതായത് VSD ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. MSR പ്ലസ് VSD ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് ചെയ്യുമ്പോൾ ആകെ അളവ് കിട്ടും 2.54 സെൻറ്റിമീറ്റർ. 9ാമത്തെ ചോദ്യമാണ്, വെർനിയർ കാലിപ്പർ തത്വം ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. വെർനിയർ കാലിപ്പർ തത്വം ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പിയറി വെർനിയർ. വെർനിയർ കാലിപ്പർ തത്വം ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ പിയറി വെർനിയർ. 1631 ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ പിയറി വെർനിയർ ആണ് ഈ ഉപകരണം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതിന് വെർനിയർ കാലിപ്പർ എന്ന് പേരിട്ടത്. നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നോക്കാം. സാധാരണയായി ഒരു വെർനിയർ കാലിപ്പറിൻ്റെ മെയിൻ സ്കെയിലിലെ 49 ഡിവിഷനുകൾ വെർനിയർ സ്കെയിലിലെ എത്ര ഡിവിഷനുകൾക്ക് തുല്യമായിരിക്കും? സാധാരണ ഒരു വെർനിയർ കാലിപ്പറിൻ്റെ മെയിൻ സ്കെയിലിലെ 49 ഡിവിഷനുകൾ വെർനിയർ സ്കെയിലിലെ എത്ര ഡിവിഷനുകൾക്ക് തുല്യമായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 50 ഡിവിഷനുകൾ. ആൻസർ എങ്ങനെയാണ് വന്നത് നോക്കാം. സാധാരണയായി കാണപ്പെടുന്ന ഉയർന്ന കൃത്യതയുള്ള വെർനിയർ കാലിപ്പർ, അതായത് 0.02 mm LC ഉള്ളവ, മെയിൻ സ്കെയിലിലെ 49 മില്ലിമീറ്റർ ഭാഗത്തെ വെർനിയർ സ്കെയിലിൽ 50 തുല്യ ഭാഗങ്ങളായി വീതിച്ചിട്ടുണ്ടാകും. അതായത് 49 MSD ഈക്വൽ ടു 50 VSD. അങ്ങനെയാണ് 50 ഡിവിഷനുകളിൽ നിന്ന് ആൻസർ വരുന്നത്. ഇനി അതിൽ പഠിക്കാനുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് വെർനിയർ കാലിപ്പറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഒന്ന് ലോവർ ജോസ്. ലോവർ ജോസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ജോസ് എന്ന് പറയും. വസ്തുക്കളുടെ നീളം, കനം, പുറം വ്യാസം എന്നിവ അളക്കാനാണ് ലോവർ ജോസ് ഉപയോഗിക്കുന്നത്. ഇനി അപ്പർ ജോസ്. അപ്പർ ജോസ് അതിന് ഇൻസൈഡ് ജോസ് എന്നും പറയും. പൈപ്പുകൾ, കുഴലുകൾ എന്നിവയുടെ ഉൾവ്യാസം അളക്കാൻ, ഇൻറ്റേർണൽ ഡയമീറ്റർ അളക്കാൻ അതിനാണ് ഉപയോഗിക്കുന്നത് അപ്പർ ജോസ്. ഇനി ഡെപ്ത് പ്രോബ്, അതെന്താണ്? സിലിണ്ടറുകൾ, കുഴികൾ എന്നിവയുടെ ആഴം അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ സ്കെയിൽ, മില്ലിമീറ്ററിലും സെൻറ്റിമീറ്ററിലും രേഖപ്പെടുത്തിയ മാറ്റമില്ലാത്ത സ്കെയിൽ. ഇനി വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലിന് മുകളിലൂടെ നീക്കാൻ കഴിയുന്ന ചെറിയ സ്കെയിൽ. അതിന് നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ സെറ്റാവും. അടുത്ത ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷനാണ് LC ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ അളവ് ഡിവൈഡഡ് ബൈ വെർനിയർ സ്കെയിലിലെ ആകെ ഡിവിഷനുകൾ. രണ്ട് ഇക്വേഷനൊന്ന് ഓർത്ത് വെക്കുക. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ഇക്വേഷനും കൂടി ഉണ്ട്, ആകെ അളവ്. ടോട്ടൽ റീഡിങ് ചോദിച്ചാൽ MSR പ്ലസ് VC ഇൻറ്റു LC. MSR എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്, VC വെർനിയർ കോയിൻസിഡൻസ്, LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട്. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ടോട്ടൽ റീഡിംഗ് MSR പ്ലസ് VC ഇൻറ്റു LC. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 0 എറർ ആൻഡ് കറക്ഷൻ. ആദ്യത്തേത് നോ എറർ. മെയിൻ സ്കെയിലിലെ 0യും വെർനിയർ സ്കെയിലിലെ 0യും ഒരേ രേഖയിൽ വന്നാൽ. ഇനി പോസിറ്റീവ് എറർ, വെർനിയർ 0 മെയിൻ സ്കെയിൽ 0ന് വലതുവശത്താണെങ്കിൽ അതിൻ്റെ കറക്ഷൻ കിട്ടുന്ന അളവിൽ നിന്നും മൈനസ് ചെയ്യണം. ഈ എറർ മൈനസ് ചെയ്താൽ അതിൻ്റെ കറക്ഷൻ കിട്ടും. ഇനി നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ വെർനിയർ 0യും മെയിൻ സ്കെയിൽ 0ന് ഇടതുവശത്താണെങ്കിൽ അതിന് കറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടുന്ന അളവിനോടൊപ്പം ആ എറർ കൂട്ടിക്കൊടുത്താൽ മതി. ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത്. അപ്പം ക്ലാസ് കുറച്ച് ലെങ്ത് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വേണമെങ്കിൽ നമുക്ക് ചുരുക്കിയിട്ട് എടുക്കാം. വിശദീകരണമൊക്കെ കുറച്ചിട്ട് ഉത്തരങ്ങൾ മാത്രമായിട്ട് പോകാം. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനിയും ടോപ്പിക്കുകൾ ചോദ്യോത്തര രൂപത്തിൽ വരാനുണ്ട്. നിങ്ങൾക്ക് അധികം ക്ലാസ് കേട്ടിട്ട് മുഷിപ്പുണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സായിട്ട് എടുത്തു പോകുന്നത്. നമുക്ക് ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ സ്ക്രൂ ഗേജ് നോക്കാനുണ്ട്. അത് ഇതുപോലെ ക്വസ്റ്റ്യൻസും പോയിൻ്റൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.